പത്തനംതിട്ട ചിറ്റാറിൽ പോലീസുകാരൻ തൂങ്ങിമരിച്ച നിലയിൽ തിരുവല്ല ട്രാഫിക് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസർ RR രതീഷാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, എന്താണ് സംഭവിച്ചത്? ആര്യ, ഇന്നലെ രാത്രി അവിടെയാണ് RR രതീഷിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ അസ്വാഭാവിക മരണത്തിന് ചിറ്റാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ഇത് ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നത്. മറ്റ് തരത്തിലുള്ള ദുരൂഹത അല്ലെങ്കിൽ സംശയിക്കേണ്ട ഘട്ടം ഇല്ല എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും വീട്ടിൽ ആത്മഹത്യക്കുറിപ്പോ മറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസ് പരിശോധിക്കുന്നുണ്ട്, വിശദമായി പരിശോധന നടത്തുന്നുമുണ്ട്. ഈ രതീഷ് തിരുവല്ലയിലെ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ട്രാഫിക് പോലീസ് ഉണ്ടിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഡിസംബറിൽ ജോലി പ്രവേശിക്കുകയും ജനുവരിയോട് കൂടി തന്നെ രതീഷ് പിന്നീട് ജോലിയിൽ ഹാജരായിരുന്നില്ല എന്നും ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന. അനധികൃതമായി അവധിയിൽ പ്രവേശിച്ചിരുന്നു എന്നും ലഭിക്കുന്ന വിവരങ്ങളുണ്ട്. മാത്രമല്ല, രതീഷിന് കുടുംബപരമായ ചില പ്രശ്നങ്ങളാണോ ഇനി ആത്മഹത്യയിലേക്ക് നയിച്ചെന്നുള്ള സംശയം ഉയരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ കണ്ടെത്തലിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ അദ്ദേഹം തിരുവല്ലയിൽ ഡ്യൂട്ടിയിൽ കൃത്യമായി ഹാജരായിരുന്നില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അത് വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ കാരണങ്ങൾ കൊണ്ടാണോ എന്ന കാര്യത്തിലൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ മനസ്സിലാക്കുന്നത് രതീഷിന് ഈ ജോലിക്ക് ഹാജരാകാതിരിക്കുന്നതിനപ്പുറത്തേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടപടിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വീഴ്ചയ്ക്കപ്പുറത്തേക്ക് മറ്റ് സംഭവങ്ങളൊന്നും ജോലിയിൽ ഉണ്ടായിരുന്നില്ല എന്നും ലഭിക്കുന്ന വിവരം. തിരുവല്ല സ്റ്റേഷനിൽ അധികം നാളായിരുന്നില്ല ചാർജ് എടുത്തിരുന്നത്. അദ്ദേഹം തിരുവല്ല പോലീസിൽ അല്ലെങ്കിൽ തിരുവല്ലയിൽ ട്രാഫിക് ജോലി നോക്കുന്ന ആളായിരുന്നെങ്കിൽ ഇപ്പോൾ താമസിക്കുന്നത് വീട് പത്തനംതിട്ട ചിറ്റാറിലാണ്. ചിറ്റാറിൽ വീട്ടിലാണ് ഇന്നലെ രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആര്യ, ശരി, സുജു ആണ് വിവരങ്ങൾ നൽകിയത്.